ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ജിമ്മിലേക്കാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ പ്രത്യേകിച്ചൊരു ടൈമൊന്നുമില്ല. എൻ്റെ പാർലർ ഓപ്പൺ ആവുന്നതിൻ്റെ മുമ്പായിട്ട് ചില ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പോകാറുള്ളത്. വർക്കൗട്ട് കഴിഞ്ഞ് പാർലറിൽ നിന്നായിരിക്കും ഫ്രഷ് ആവുന്നുണ്ടാവുക. ചില ദിവസങ്ങൾ നേരത്തെ കേട്ടോ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ കാണുന്നത് രണ്ടുപേരാണ് എൻ്റെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ഫ്ലെക്സിൽ കാണുന്ന രണ്ടുപേരാണ് എൻ്റെ ട്രെയിനേഴ്സ്. ഇതാണ് കേട്ടോ നമ്മളെ ജിം. അപ്പോൾ ജിമ്മിൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ വർക്കൗട്ടോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് ജിമ്മിൽ പോകാതെ എൻ്റെ ഷൂസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് എൻ്റെ ഷൂസ് ഇട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ടൈമൊന്നുമില്ല, ഒരു 1 hour ഒക്കെ ഉള്ളൂ വർക്കൗട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ജിമ്മ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് മുണ്ടിക്കൽ താഴാണ് കേട്ടോ. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വേർത്തങ്ങോട്ട് കുളിച്ചു. ഇനിയിപ്പം പാർലറിൽ പോവാം, ഫ്രഷ് ആവാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കാർഡ് മീഡിയ. അപ്പോൾ ഞാൻ ജിമ്മിൽ ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടൊരു 6 months ഒക്കെ ആയി. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത് പുലർച്ചെയായിരുന്നു കേട്ടോ. ഒരു 5:45 ഒക്കെ ആകുമ്പോഴായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആ ഒരു സമയത്തൊന്നും പോകാൻ പറ്റാറില്ല. കാരണം ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുമ്പോൾ നമുക്ക് അങ്ങനെ പഴയ പോലെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ വരാറുള്ളത്. ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് ജിമ്മിൽ വരാറ്. ഒരു 1 hour ഒക്കെ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് ബോഡി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. പിന്നെ നമുക്ക് തൈറോയിഡ് PCOS ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ജിമ്മിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയ ശേഷം ബാക്കി വിശേഷം. അപ്പോൾ പാർലറിൽ വന്നിട്ടാണ് ഞാൻ ഫ്രഷ് ആവുന്നതെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഇതാണ് കേട്ടോ. വെൽവെറ്റിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിന് തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഹെയറിൽ എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഹൈഡ്രാ ഡീപ്പ് റിപ്പയറിൻ്റെ ബൊട്ടോക്സ് ഹെയർ മാസ്കും അതേപോലെ കെരാറ്റിൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് അതുകൂടി അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷായി വന്ന് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മൾ ഫോട്ടോയ്ക്ക് വിളക്കെത്തിക്കും, പ്രാർത്ഥിക്കും. അപ്പം അതൊക്കെയാണല്ലോ അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള എനർജി എന്ന് പറയുന്നത്. റെസ്റ്റോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഭയങ്കര മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുൾ ആവണമെങ്കിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു വിളക്ക് കത്തിക്കലും ചന്ദനത്തിരി കത്തിക്കലും അതിൻ്റെ ഒരു സ്മെല്ലും. അപ്പം അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ പോസിറ്റിവിറ്റിയെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കാര്യം അതാണ് കേട്ടോ. ഇത് എനിക്ക് ഈ വർഷം കിട്ടിയ വിഷുക്കൈനീട്ടാട്ടോ. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ടീമിൻ്റെത് തന്നെയാണ്. അപ്പം അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനിവിടെ പാർലർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിലും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ കുറേ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എന്താ ഈ ഒരു ചേഞ്ചിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അവർ കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ കെയർ റുട്ടീനാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം, ഫേസ് വാഷ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് ഫേസ് വാഷാണോ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചത് അത് നിങ്ങൾക്ക് എടുക്കാം. സോ അതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ടോണർ ഈ പറയുന്ന പോലെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ടോണേഴ്സ് ഒന്നും വേണമെന്നില്ല. നമുക്ക് ടോണറായിട്ട് റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതൊന്ന് സ്കിന്നിലേക്കൊന്ന് നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ സ്കിൻ കെയറിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെൽവെറ്റിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, നമുക്കൊരു സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ തരുന്നൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് തന്നെ ഇവിടുന്ന് ഒരുപാട് പീസസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഞാനത് ഇട്ടിട്ട് ഓക്കെ കസ്റ്റമേഴ്സൊക്കെ എന്താ അത്രയും ഗ്ലോ വരുന്നത്, എന്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ആ ഒരു നമുക്ക് കുറച്ചൊന്ന് സ്കിൻ ഗ്ലോ മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിൽ കുറച്ചൊരു ഗ്ലോ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ ഒരുപാടൊന്നും എടുക്കണമെന്നില്ല, ജസ്റ്റ് ഞാനൊരു കുറഞ്ഞൊരു ഡ്രോപ്സ് മാത്രം എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണമെന്നില്ല. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ടാവാം. അപ്പം യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ അങ്ങനെ പ്രത്യേകിച്ച്
അങ്ങനെയൊന്നുമില്ല, ഇന്നതെന്നൊന്നുമില്ല. അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലാണ്, പുറത്തിറങ്ങുന്നില്ല, പിന്നെ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന പല സൺസ്ക്രീൻസിലും UV പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. UV പ്രൊട്ടക്ഷൻ്റെ കൂടെ തന്നെ എന്താ പറയുക, UV റേസ്, നമുക്കിപ്പോൾ ഫോണിൽ നിന്നൊക്കെ തന്നെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ റേസസ് നിന്നൊക്കെ തന്നെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്ന് മാത്രമല്ല, നമുക്ക് വീട്ടിൽ നിന്നും ഇത് യൂസ് ചെയ്യാം, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. വീട്ടിലിരിക്കുകയാണെങ്കിലും നിങ്ങൾ സ്കിൻ കെയറിൻ്റെ ഭാഗമായി തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഓക്കെ, ചാർമസി മിലായുടെ ഫൗണ്ടേഷൻ ആട്ടോ ഞാൻ ഇരിക്കുന്നത്. ചാർമസി മിലാണ്. ഓക്കെ, വീട്ടിലാണ് നമ്മളിതൊന്നും യൂസ് ചെയ്യില്ല, പക്ഷേ പാർലറിലായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മിനുക്ക് പണികളൊക്കെ കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ടോണർ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടാൽ മതി. പിന്നെ ഞാനിത് ലിപ്സ്റ്റിക്ക് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഓർഡേഴ്സൊന്നും ഇല്ല, ഇന്ന രീതിയിൽ ഇന്നത്തെ ഫസ്റ്റ് ബ്രൈഡ്സിനൊക്കെയാണ് നമ്മൾ ചെയ്യും. നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇന്ന രീതിയിലേ സ്റ്റാർട്ട് ചെയ്യാവൂ, ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. സ്കിൻ കെയർ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ചെയ്യും. അതല്ലാതെ ലിപ്സ്റ്റിക്കാണോ ഐസാണോ ഫസ്റ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഞാനങ്ങനെ നോക്കാറില്ല. ഐബ്രോ പാലറ്റാണ്. ഐബ്രോസ് നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഈ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ ത്രെഡ് ചെയ്യുമ്പോൾ നല്ല കസ്റ്റമേഴ്സിന് ഐബ്രോസ് കുറവുള്ളവർക്ക് എഴുതി കൊടുത്താൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. കാരണം അവർക്ക് കുറച്ചുകൂടി തിക്കായിട്ട് തോന്നുമ്പം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് നമുക്ക് ഇത് അവൈലബിൾ ആണ്. കാരണം മൈക്രോ ബ്ലേഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറേ ആളുകൾക്ക് പേടിയായിരിക്കാം, പിന്നെ അതത്ര അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല, എല്ലാ ആളുകൾക്കും അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുക്കും, ഒരു കുഞ്ഞു പൊട്ടുകൂടി. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. ഇനി എനിക്ക് ഹെയർ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഫുള്ള് ഫിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി. പക്ഷേ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ കറണ്ട് ബില്ല് വന്നു ഈ പ്രാവശ്യത്തെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പാർലർ ഓപ്പൺ ചെയ്തിട്ട് വന്നതിൽ വെച്ചിട്ട് കുറച്ച് ഹയസ്റ്റ് ആയിട്ടുള്ളൊരു കറണ്ട് ബില്ലാണ് വന്നിട്ടുള്ളത്. പൊതുവേ നമ്മളോട് കസ്റ്റമേഴ്സ് പറയും നിങ്ങൾ ഓഫേഴ്സ് ഇടും. പക്ഷേ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് വരുന്നുണ്ടെന്ന് ഇവർ ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ക്യാഷ് ചോദിക്കുമോ അത് കൂടുതലാണല്ലോ, കുറയ്ക്കാൻ പറ്റുമോ, ഇനിയും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സ്മൂത്തനിങ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴാണ് അവർ ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് ചെയ്യാനും ഓഫേഴ്സ് ഇടാനൊക്കെ പറയാം. അപ്പം അതൊക്കെ നമുക്ക് ഒരുപാട് കറണ്ട് ചിലവ് വരുന്ന കാര്യങ്ങളാണ്. എന്നാലും മാക്സിമം ഓഫേഴ്സ് ഇടാറുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയാണ്, അതായത് നമുക്ക് കറണ്ട് ബില്ല് കൊടുക്കാറുണ്ടാവും, റെൻറ്റ് കൊടുക്കാനുണ്ടാവും, വാട്ടർ ബില്ല് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് നമുക്ക് പുറമെ വരുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും ആരും അറിയാറില്ല. അപ്പം ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് കറണ്ട് ബില്ല്, അറിയാലോ നമുക്ക് ചൂട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AC, ലൈറ്റ് ഇതിനൊക്കെ ചാർജ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ കറണ്ട് ബില്ല് വന്നത് ചെറിയൊരു ക്ഷീണത്തിലാണ്, കുറച്ച് കൂടുതലാണ് നമുക്ക് ഇപ്രാവശ്യം കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ക്ലീനിങ് ഉണ്ടാവും. നമുക്കിവിടെ പൊതുവേ സ്റ്റാഫ് ഉണ്ട്, അപ്പം അവരാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പം നാളെ ലീവാണ്, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പേരിന്ന് ലീവുണ്ട്. അപ്പം ഇന്ന് ഇവിടുത്തെ ഓളിനോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് പുറത്ത് വരാന്തയുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. അപ്പം എനിക്ക് ഓവറോൾ ക്ലീൻ ചെയ്തിരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. കാരണം എവിടെയും ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, ഭയങ്കര ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ ലോങ് പ്രോസസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് വീഡിയോ എടുത്ത് ഇതാക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ് മാത്രം, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തരാനൊക്കെ ആൾ വേണം.
അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അതെല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മോർണിംഗിലായിരിക്കാം കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആയിരിക്കാം, ചിലപ്പോൾ വൈകിട്ട് ഒരു 6 o'clock ശേഷമായിരിക്കും കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലോസിംഗ് ടൈം ഇല്ല നമുക്ക്. പൊതുവേ നമ്മൾ സൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് 7:30 വരെ ആണെങ്കിലും കസ്റ്റമേഴ്സ് ഇല്ലാത്ത ദിവസമാണ് ഒരു 6:30, 6:45 ഒക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യാറുണ്ട്. അതല്ലാത്ത ദിവസമാണെങ്കിൽ മേ ബി ഒരു 8 o'clock, 9 o'clock വരെയും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു ടൈമില്ല. ഇവിടെ വരുന്ന എല്ലാവരെയും നമ്മൾ വെൽക്കമിങ് ചെയ്യാറുണ്ട്. അയ്യോ ഇന്നത്തെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചയക്കാന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അവർക്ക് സർവീസ് കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയുള്ള സ്റ്റാഫുകളാണ് 6 o'clock വരെ ഉണ്ടാവുള്ളൂ. എനിക്ക് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മേ ബി ഈവനിങ് അലോൺ നൈറ്റ് വരെ പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്തായാലും കസ്റ്റമേഴ്സ് ബുക്കിംഗ് എടുത്ത കുറച്ച് കസ്റ്റമേഴ്സ് വരാനുണ്ട്. അപ്പം അവരൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ യുവാസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ നമുക്ക് അങ്ങനെ വീഡിയോസിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. അവരുടെ പെർമിഷനൊക്കെ എടുത്ത് എല്ലാവരും ഓക്കെ ഒന്നും ആയിരിക്കില്ല. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ പറയും. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന കേസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഫോണൊക്കെ തോണ്ടിയിരിക്കും. അതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനുണ്ടായിരിക്കും. ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കും. ഇങ്ങനെയാണ് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോവാം. എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. മേ ബി വൈകിട്ട് വരെ പറ്റുവാണെങ്കിൽ വൈകിട്ട് വരെ എടുക്കാം. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതൊരു ഹെയർ കട്ടായിരുന്നു കേട്ടോ. ഹെയർ വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. വലിയ രീതിയിൽ വേണ്ട, ചെറിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ ഫേഷ്യൽ ത്രെഡിങ് ഒക്കെ ആയിരുന്നു. അപ്പം കസ്റ്റമർ ഫേസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു സ്മൂത്തനിങ് ഉണ്ടായിരുന്നു. അത് ഫുൾ ഹെയർ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ 12:30 സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അറിയാലോ, കുറച്ച് തിക്നെസ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ബുക്കിംഗ് എടുത്ത 1-2 കസ്റ്റമേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ സ്മൂത്തനിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ത്രെഡിങ്ങും ഹെയർ കട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കങ്ങനെ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. കാരണം നമുക്കറിയാലോ പാർലറുകളിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അത് പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. പിന്നെ ഇതൊക്കെ ഈ വർക്ക് ചെയ്യുന്നതിനിടയിൽ രണ്ടും കൂടി എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇടയിലുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 12:30 സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ 6:15 ആയി. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഏകദേശം സന്ധ്യയായി തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിയും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനിയൊരു 7 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യും. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 8 to 9 o'clock വരെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടൊരു ക്ലോസിങ് ടൈമൊന്നും നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ചൊക്കെ ബോക്കടിച്ചു എന്ന് എനിക്കറിയാം. അപ്പം വീണ്ടും ഒരു വീഡിയോസായിട്ട് വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. വീണ്ടും വീഡിയോസായിട്ട് വരുന്നത് വരെ ഷോർട്ട് ബ്രേക്ക്.